Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. വെജിറ്റേറിയൻകാർ പൊതുവേ എന്നെ വഴക്ക് പറയുന്നതുണ്ട്, എനിക്കറിയാം. പക്ഷേ ഈ ഇടയിലുണ്ടല്ലോ, ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയപ്പോഴത്തേനും ഒത്തിരി ആൾക്കാർ വെജിറ്റേറിയൻ കഴിക്കുന്നവരുണ്ട്. അന്നേരം അവരെല്ലാവരും എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈ ചിക്കനും മീനും ഒക്കെ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാ എടുക്കുമെന്ന് ചോദിച്ചേ. ശരിയാന്ന് പറയുന്നത്, ആ ഒരു തെറ്റ് ഞാൻ സമ്മതിക്കുന്നുണ്ട്. കാര്യം എന്നാന്നോ, പിള്ളേർക്കൊക്കെ എപ്പോഴും ഞാൻ പറയുകയല്ലേ, പിള്ളേർക്കൊക്കെ എപ്പോഴും ഇഷ്ടം ഈ നോൺ വെജിറ്റേറിയനോട് കൂടി. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അതിനെ പരീക്ഷിക്കുന്നത്. പക്ഷെ വിഷമിക്കേണ്ട കേട്ടോ, വൃശ്ചിക മാസവും നോയമ്പ് കാലവും ഒക്കെ വരുമ്പോഴത്തേനും ഇത് ഞാൻ വെജിറ്റേറിയനും പരീക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഓർത്ത് പേടിക്കല്ല. പക്ഷെ എന്നാലും എന്നാ പറയാനല്ലേ, നമ്മൾ ഈ ആഴ്ചതോറും കാണുമ്പം എന്നതേലും ഒരു വെജിറ്റേറിയൻ കാണാൻ ഈ വെജിറ്റേറിയൻകാർക്ക് എന്നാ പറയുക ഇഷ്ടം കാണും, അല്ലെങ്കിൽ ആ ഒരു കറി ഉണ്ടാക്കാൻ കൊതി കാണും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ആ തെറ്റ് ഞാൻ സമ്മതിച്ചുകൊണ്ട് ഇന്നും ഒരു നോൺ വെജിറ്റേറിയനാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്നാന്നോ, നമ്മൾ നോൺ വെജിറ്റേറിയനിൽ ഇന്ന് മീറ്റൊന്നും അല്ല ചെയ്യുന്നത്, ഇന്ന് മീൻ തൊട്ടേച്ചുള്ള കളിയേ ഉള്ളൂ. കുറച്ച് ദിവസമായി നമ്മൾ മീനിനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കറി വെച്ചേച്ച്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കൊഞ്ച എടുത്തേക്കുന്നത്. കൊഞ്ച് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണഗതിയിൽ എന്നാ ചെയ്യുന്നത്, കൊഞ്ച് കറി തേങ്ങ അരച്ച് ചെയ്യാറുണ്ട്, തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യാറുണ്ട്, കൊഞ്ച് എന്നാ പറയുക ഒലത്താറുണ്ട്, പിന്നെ കൊഞ്ചിന് തന്നെ പല തരമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കേരള ടച്ച്, അതായത് നമ്മുടെ ആനീസ് ടച്ചോടുകൂടി, ഒരു കേരള ടച്ചോടുകൂടി ഒരു ബ്രസീലിയൻ കറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന കറിയുടെ പേരെന്നാന്ന് വെച്ചാൽ ബ്രസീലിയൻ ഷ്രിംപ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. എന്നാന്ന് വെച്ചാൽ ബ്രസീലിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ കൊച്ചേ ഞാൻ ഇനി എന്നാ ചെയ്യും, അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടതെന്ന് തോന്നാം മനസ്സിൽ. പക്ഷെ അതൊന്നും തോന്നല്ല. കാര്യം ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട, നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് വെച്ചേ ഞാൻ ചെയ്യത്തുള്ളൂ. അത് എൻ്റെ വാക്കാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ തന്നെയേ ഉള്ളൂ. ഇനി ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, നമ്മുടെ അടുക്കള ആ ഇരിക്കുന്ന കസാരയിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്നാക്കിയാ അതിന് വേണ്ടിയെന്നുള്ളത് നോക്കിക്കോ. മനസ്സുകൊണ്ട് ആലോചിക്കാമല്ലോ നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഇന്നൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നമുക്ക് വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ, പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ഇച്ചിരി മുഴുത്ത കൊഞ്ചാ മേടിച്ചേക്കുന്നേ, പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി ഉപ്പ്. കൊഞ്ചാകുന്നതുകൊണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ വേണം. ഇതിപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുക, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഒരു മുഴുത്ത സവാള നീളത്തിലരിഞ്ഞത്. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞു വെച്ചതും കൂടി വേണം. പിന്നെ ഒരു ക്യാപ്സിക്കം, ഇത് ഓറഞ്ചോ റെഡോ ആവാം, പക്ഷെ പച്ച വേണ്ട. പിന്നെ കുറച്ച് ടൊമാറ്റോ, ഇഞ്ചി വേണം. ഇത് കുറച്ച് ആലപ്പീനോ പെപ്പേഴ്സാണ്, അതായത് ഇതിനൊരു ഇച്ചിരി എരിവുണ്ട്. എന്നാൽ ഇത് കിട്ടിയില്ല എന്ന് വെച്ചോ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ സാമ്പാറിനിടുന്ന മുളകില്ലേ അതെ ആയാലും മതി. ഏകദേശം ഒരു ടേസ്റ്റ് വരും, നോട്ട് ആബ്സല്യൂട്ട്ലി അതുപോലെ അല്ല, കുറച്ചൊരു ഡിഫറൻസ് വരും. നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ആ മുളക് ഇട്ടേച്ചാൽ മതി. ഈ റെഡ് ഞാൻ പ്രിഫർ ചെയ്ത് എന്നാന്ന് വെച്ചാൽ, ആ യെല്ലോ കറിക്കകത്തോട്ട് ഒരു റെഡിഷ് ടിൻറ്റ് വരുവാണെങ്കിൽ നല്ല രസമാണ് അത് കാണാൻ. പിന്നെ വേണ്ടിയത് ഇച്ചിരി പാപ്രിക്ക പൗഡറാണ്. ഈ പാപ്രിക്ക പൗഡർ കിട്ടിയില്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, നമ്മുടെ സാധാ മുളക് പൊടി ഇട്ടേച്ചാൽ മതി. പിന്നെ ഇച്ചിരി നാരങ്ങാ നീര്. ഇതെന്നാന്നറിയാവോ, കുറച്ച് വെജിറ്റബിൾ സ്റ്റോക്ക്, അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഫിഷ് സ്റ്റോക്ക്. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സത്ത് മതിയാവും. പിന്നെ വേണ്ടിയ കുറച്ച് തേങ്ങാപ്പാൽ, ഇത് 1 പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇച്ചിരി ഫ്രഷ് ക്രീം. അലങ്കരിക്കാനായിട്ട് ഇച്ചിരി മല്ലിയില, കറിവേപ്പില വേണ്ട. ബ്രസീലിയയിലൊന്നും കറിവേപ്പില വലുതായിട്ട് ഉണ്ടാവുകയില്ല. അന്നുണ്ടാവുമോ ഇല്ലയോ എന്നറിയാൻ മേല, പക്ഷേ എന്നാലും നമുക്ക് ഇതിനകത്ത് ഇച്ചിരി മല്ലിയില നിറച്ചിട്ടേച്ചാൽ മതി. ഇനി ഇതിനുള്ള പ്രൊസീജിയർ എന്നാണെന്നറിയാമോ, ആദ്യം നമുക്ക് നമ്മുടെ കൊഞ്ചൊന്ന് ഇച്ചിരി പുരട്ടി വെക്കാനുണ്ട്. അതെന്നാക്കി ഇട്ടാന്ന് വെച്ചാൽ, ഒരു ഇച്ചിരി ഉപ്പിടണം, ആ കൊഞ്ചിന് പിടിക്കാനുള്ള ഉപ്പിട്ടേച്ചാൽ മതി. പിന്നെ അന്നേരം ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം.
പിന്നെ വെളുത്തുള്ളി, പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്. ഇത് ഇത്രേ ഇട്ടേച്ച് നല്ലതായിട്ട് കൊഞ്ചൊന്ന് പെരട്ടണം. ഇത് ഈ സൈഡിൽ ഇങ്ങനെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക. അതിനകത്താന്ന് കുറച്ച് പണിയുള്ളത്. പണിയായിട്ടൊന്നുമില്ല, നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാനായിട്ടാന്നേ. അതിനകത്തും സെയിം നമ്മൾ വെജിറ്റബിൾ ഓയിൽ തന്നെ ചേർത്താൽ മതി. ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം ഒന്ന് വഴന്ന് കിട്ടാനായിട്ടുള്ള എണ്ണ ചേർത്തേച്ചാൽ മതി. ഒത്തിരി എണ്ണ ഇതിനധികം ചിലവാകുകയല്ല, ഒരു ഇച്ചിരി ആവത്തുള്ളേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉള്ളിയാന്നേ. ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇടാം. അതൊരു 1.5 ടീസ്പൂൺ വെച്ചു, രണ്ടും കൂടെ ഒരു 3 ചതച്ചതും ഇതും എല്ലാം കൂടെ ചേർത്ത് ഒരു എന്നാ പറയുക, ഒരു 2 ടീസ്പൂണോളവും വേണം. പക്ഷെ വെളുത്തുള്ളി ഇഞ്ചിയും കൊഞ്ചിന് നിറച്ചിട്ടില്ലേലുണ്ടല്ലോ വയറ് നോവേ. കൊഞ്ചിന് പകരം എന്നാ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ മീനില്ലേ, ചെറിയ മീനെന്ന് പറഞ്ഞാൽ എന്നാൽ നെമ്മീനൊക്കെ ആന്നേരം ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടേച്ച് ഇതേപോലെ തന്നെ ചെയ്തേച്ചാൽ മതി. കൊഞ്ചിനാന്ന് കുറച്ച് ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, കറിക്കോ കഴിക്കാനുള്ള കൊതി തോന്നുവാന്നേൽ ഇങ്ങനെ ചെയ്തേച്ചാൽ മതി. ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ട് വഴലണേ. ഉള്ളി ഫസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വഴന്ന് കഴിഞ്ഞേച്ച് നമുക്ക് എന്നാ പറയുക, ക്യാപ്സിക്കവും ടൊമാറ്റോയും കൂടെ ഇതിനകത്തോട്ട് ഇടണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഇഞ്ചി, അതായത് ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി, അല്ലെങ്കിൽ നിറച്ച് 1 ടീസ്പൂൺ ഇട്ടേച്ചാലും മതി. ഇത് ഇച്ചിരി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് ക്യാപ്സിക്കവും ഇട്ടിട്ട് ടൊമാറ്റോയും ഇട്ടേച്ച് പിന്നെ നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. നല്ലതായിട്ട് വഴന്നേച്ച് ഇത് അരയ്ക്കാനുള്ളതാണ്. അന്നേരം പച്ചച്ചോവയൊന്നും ഒട്ടും പാടില്ല. ഇപ്പം വെളുത്തുള്ളിയും നമ്മളെ ഉള്ളിയും കൂടെ ഇഞ്ചിയും കൂടെ ഉണ്ടല്ലോ, ഒരു ഇച്ചിരി ഒന്ന് മൂത്ത ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് എല്ലാം നല്ലൊരു കറക്റ്റ് മൂപ്പായിട്ട് കിട്ടുവേ. എന്നാലും ആ ഉള്ളിയുടെ അല്ലേ ഒരു റോ ടേസ്റ്റ് ഒന്ന് പോകണം മൊത്തത്തിൽ. ഞാൻ ധൃതി കൂട്ടിയാലും ശ്രദ്ധിച്ചോണം, ആ ഒരു റോ ടേസ്റ്റ് പോവാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന മൂപ്പ് ആ ഉള്ളിക്ക് കിട്ടുകയില്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ക്യാപ്സിക്കം ഇടാൻ പോവാ. ഇച്ചിരി അലങ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കരുതിക്കോ കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി ഇരിപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ ധൈര്യമായിട്ട് മുഴുവൻ ഇട്ടതേ. ഒരു ചെറിയ ക്യാപ്സിക്കം മതിയാവും, ഒരുപാട് വലുതൊന്നും വേണ്ട. അതല്ല ഒരുപാട് വലുതാണ് കിട്ടുന്നതെങ്കിൽ ഒരു 1/2 ക്യാപ്സിക്കം എടുത്തേച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ ടൊമാറ്റോയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്, അന്നേരം പിന്നെ നോക്കിയും കണ്ടേച്ചും ടൊമാറ്റോ ചേർക്കാവുള്ളൂ. ഇത് നല്ലതായിട്ടൊന്ന് വഴന്ന് എന്നാ പറയുക, നമുക്ക് അരയ്ക്കേണ്ട ഒരു പരുവാവണം. അതായത് ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് നല്ലതായിട്ട് വെന്ത് നമ്മുടെ ഉള്ളിയായിട്ടൊന്ന് ചേർന്ന്, നമ്മളെപ്പോഴും ചിക്കൻ കറിയൊക്കെ വെക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടാ നല്ലതായിട്ടൊന്ന് വെന്ത് എല്ലാത്തിലും ഒന്ന് ചേരണം. ഇതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അന്നേരത്തേക്കുണ്ടല്ലോ നല്ലതായിട്ട് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ടിലും എളുപ്പത്തിൽ അതങ്ങ് വഴന്ന് കിട്ടുവേ. അതൊരു ടിപ്പാന്നു ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. പിന്നെ നമ്മുടെ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആട്ടോ, മറ്റാരുമല്ല പന്ന്യൻ രവീന്ദ്രൻ സാറാണ് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. ഇന്ന് ഞാനിവിടെ കൊഞ്ച് കറി വെക്കുന്നത് എന്നാണെന്നറിയാം. അദ്ദേഹം ബേസിക്കലി ഒരു കണ്ണൂരുകാരനായിരുന്നു. അപ്പോൾ കണ്ണൂരുകാർക്ക്
പൊതുവേ മീനിനോടാണ് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നാട്ടിലുള്ള കറിയെല്ലാം അദ്ദേഹം കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ കേരളയിലെ ആനീസ് ടച്ചോട് കൂടി ഒരു ബ്രസീലിയൻ കറി ആകുമ്പോൾ ഒരു ക്വയറ്റ് ഡിഫറെൻ്റ് അല്ലേ. ഈ സ്പെഷ്യൽ വിഭവങ്ങൾ കൊടുക്കുന്നതോടുകൂടി സ്പെഷ്യൽ വിശേഷങ്ങളും കൂടെ നമുക്കറിയാം കേട്ടോ. ഇനി ഇത് ഇച്ചിരി കൂടി ഒന്ന് വയലാനുണ്ട്. എന്നാന്ന് വെച്ചാൽ അത് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഒന്ന് മൂപ്പിക്കാൻ ഒക്കുകയില്ല. അത് മൂപ്പിക്കാനെന്ന് വെച്ചാൽ ഒരു ഒരു റോ ടേസ്റ്റ് ആ ഉള്ളിയുടെയും ടൊമാറ്റോയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ കാണും. എന്നാൽ ഇതിൻ്റെ മൂപ്പിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബ്രൗൺ ആയി വരികയില്ല. ആ ടൊമാറ്റോ ഒന്ന് മാഷായി ആ ഉള്ളിയോടൊക്കെ ഒന്ന് ചേരുകയേ ഉള്ളൂ. അതായത് നല്ലൊരു ഗ്രേവി ആയിട്ട് മാറത്തേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ആ മൂപ്പ് വരികയും വേണം. അതൊരു കൺഫ്യൂഷൻ സ്റ്റേജ് അല്ലേ ഞാൻ പറയുന്നത്. എന്നാലും ആ ഒരു റോ ടേസ്റ്റ് മാറ്റുന്നതാണ് അതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊസീജിയർ, ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ അതിൻ്റെ റോ ടേസ്റ്റ് മാറ്റുക. ഇനി ഉപ്പ് ചേർത്തത് പോരാഞ്ഞിട്ട് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറ്റണം എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുവാന്നേൽ ഇതും ഒരു പൊടിക്കൈയാന്നു. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അന്നേരം എന്നാണെന്നറിയോ, ആ വെള്ളം ഒന്ന് തിളച്ചേച്ച് ആവി കയറുമ്പോഴത്തേനും നമ്മൾ ഈ വിചാരിക്കുന്ന ആ ഒരു പച്ചച്ചോവയൊക്കെ ഒന്ന് മാറിയേച്ച് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ആ എണ്ണയൊക്കെ ഒന്ന് തെളിയുകയും ചെയ്യും. ഇതിപ്പോൾ നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ അതിൻ്റെ മൂപ്പിനെ പറ്റി കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വഴറ്റാൻ നേരം അത് അടിയിൽ ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്തേക്ക് അങ്ങ് വാങ്ങിക്കോ. പക്ഷെ നമ്മൾ എന്നാ പറയുക, തീ ഒന്നും ഓഫ് ചെയ്യൊന്നും വേണ്ട. അതിന് പകരം ആ ചെറിയ തീയയിലോട്ടാക്കി വെച്ച് നമ്മൾ ഇതിനെ ഒരു മിക്സിക്കകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. പക്ഷേ ഇപ്പം അത് അരയ്ക്കരുത്. അരച്ചാൽ ജോലിയാവും. നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കുകയില്ല. മിക്സിയിൽ നിന്ന് ഇത് തെറിച്ച് മതിലുകയിലും എല്ലാം അയച്ച് നമ്മൾ തലേ കൈയും കൊടുത്തിരിക്കേണ്ടി വരും. അതിലും ഭേദം ഇത് നല്ലതായിട്ടൊന്ന് ആറിയേച്ച് നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കണേ. ഇത് ആറാനായിട്ട് ഇവിടെ ഇരിക്കട്ടെ. എനിക്ക് എന്തായാലും ഇപ്പം നേരമില്ല. അതിപ്പോൾ അരച്ചാൽ ജോലിയാവും. ഇനി എന്നാന്ന് വെച്ചാൽ അതേ പാനെ തന്നെ കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് കൊഞ്ച് വറുത്തെടുക്കാം. ഒരു പിങ്കിഷ് കളറായാൽ മതി. ഇത് ഇപ്പം വേവുമെന്ന് ചോദിച്ചാൽ കൊഞ്ചിന് അധികം വേവില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാന്നേൽ കൊഞ്ചൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒത്തിരി സോഫ്റ്റായിട്ട് ഇങ്ങനെ പോകണം. അതാണ് എൻ്റെ കണക്ക്. അതുകൊണ്ട് ഇച്ചിരി ഇതിനൊക്കെ വേവില്ലെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അതിനോട് യോജിക്കുകയില്ല. എനിക്ക് ഇച്ചിരി ഇതിനൊക്കെ വേവുള്ള കൂട്ടത്തില്ല. ഇനി ഇതിനകത്തോട്ട് ഒരു സ്വല്പം എണ്ണ ഒഴിച്ചേച്ചാൽ മതിയേ. അതിനകത്ത് ഒരുപാട് മൂക്കാനൊന്നുമില്ല. ഇതിനകത്തോട്ട് ഇച്ചിരി ആലപ്പീനോ മുളകാന്നേ, കുറച്ച് മതി. ഇതിന് ഇച്ചിരി എരിവുള്ള കൂട്ടത്തില്ല. എന്നാൽ കുറച്ച് വെച്ചേക്ക് വേണം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇച്ചിരി എരിവാന്നു എങ്കിൽ നമുക്ക് ഇത് തന്നെ വെച്ചേക്കണമെന്നില്ല. നമ്മൾ എന്നാ പറയുന്നത്, ക്യാപ്സിക്കം വെച്ചേച്ചാലും മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മുളക്, അതായത് മുളക് അല്ലെങ്കിൽ നമ്മുടെ പാപ്രിക്ക പൗഡർ. ഇതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ, ഇത് മൂക്കുമ്പോൾ മണ്ടേ കയറും, സൂക്ഷിച്ചോണം. പിന്നെ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഏത് സ്റ്റോക്കാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ സ്റ്റോക്കാണ്. നമ്മുടെ കൊഞ്ച് വേവാനുള്ളതാ, അതിനോടനുസരിച്ച് ചേർത്തോണം.
അരയ്ക്കാനുള്ളതിലും കൂടെ 1 സ്പൂൺ. ഇത് ഇവിടെ കിടന്ന് തിളക്കട്ടെ. ആ സമയം ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. നല്ലോണം തണുത്തിട്ടുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പണിയാവും. ഏകദേശം നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല പേസ്റ്റ് ആക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് ഈ തിളയ്ക്കുന്നതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച പേസ്റ്റ് ഇടണം. നല്ലതായിട്ട് അതിനകത്തോട്ട് ആ ചിക്കൻ്റെ സ്റ്റോക്കിനകത്തോട്ട് നല്ലതായിട്ട് അങ്ങ് ചേരുക. ചിക്കൻ സ്റ്റോക്ക് ഇല്ല, വെജിറ്റബിൾ സ്റ്റോക്ക് ഇല്ല, ഫിഷ് സ്റ്റോക്ക് ഇല്ല, ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചാലും മതി, ഒരു കുഴപ്പമില്ല. ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചേച്ച് പിന്നെ മിക്സി കഴുകണ്ട. അതിന് പകരം എന്തായാലും നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ കറി വെക്കുന്നേ, അന്നേരം അത് ഇച്ചിരി ഒഴിച്ച് വെച്ചാൽ മതി. തേങ്ങാപ്പാൽ എന്തായാലും വേണം. ഇത് നല്ലതായിട്ടൊന്ന് കൊഞ്ചുമായിട്ടൊന്ന് ചേർന്ന് കൊഞ്ച് നല്ലോണം വെന്തേച്ച് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ചും കൂടെ ചേർക്കാൻ പോവാം. എല്ലാത്തിനകത്തും നമ്മൾ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഗ്രേവിക്കകത്ത് ഉള്ളി വഴറ്റിയപ്പോഴും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് പോരാ, ഇച്ചിരിയും കൂടി വേണം. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഇടാം. പിന്നെ പോരാന്ന് തോന്നുവാന്നേ ലാസ്റ്റ് കറി എല്ലാ പാലും എല്ലാം ചേർത്തതിന് ശേഷം കുറച്ചൊന്ന് വറ്റുകയല്ലേ, വറ്റിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാവേ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടോട്ടെ. ഒന്ന് വെന്തോട്ടെ. ആ സമയം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ഇനി അടുത്ത പ്രൊസീജിയർ ഉണ്ട്. ആ സമയം കൊണ്ട് കൊഞ്ച് അടുക്കള കയറിയുള്ള അവസ്ഥ അറിയാലോ. ഞാൻ ഇന്നൊന്ന് ഒതുക്കിക്കോട്ടെ. കൊഞ്ചിന് നല്ല മണമുണ്ട്. കൊഞ്ച് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് സെറ്റപ്പ് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങാപ്പാലും കറി എന്തോരം വേണോ അതനുസരിച്ച് വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാൻ. ഇത് ഇച്ചിരി കറി കൂടുതൽ വേണം തോന്നുവാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. കുറച്ച് ഗ്രേവി തിക്നെസ്സോടുകൂടി വേണമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് ചേർക്കാം. ഇതിനകത്തോട്ട് ഒരിച്ചിരി ക്രീമും കൂടെ ചേർക്കാം. ക്രീമും തേങ്ങാപ്പാലും അധികം ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് തിളപ്പിക്കേണ്ട. അതൊന്ന് നല്ലതായിട്ടൊന്ന് തിളയ്ക്കുന്ന പരുവാകുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കണേ. ഇതിനകത്തോട്ട് ഒരു നിറച്ചിച്ചിരി മല്ലിയിലയും കൂടെ.
ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് കുറച്ച് പണിയുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും നല്ല ബ്രസീലിയൻ കറി നമ്മുടെ അടുക്കളയിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി പ്രയാസപ്പെട്ടാലല്ലേ നമുക്ക് നല്ല നല്ല കറികൾ നല്ലപ്പോഴൊക്കെ കൂട്ടാൻ ഒക്കുകയുള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റ്. ഇത് കൊടുക്കേണ്ടത് എന്നാത്തിൻ്റെ കൂടെയാണെന്നറിയാമോ? ശരിക്കും വൈറ്റ് റൈസിൻ്റെ കൂടെ കൊടുക്കാം, പിന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ പത്തിരിയുടെ കൂടെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇതിനുള്ളത്. പിന്നെ കറിയുടെ കുറുക്കം അനുസരിച്ച് വേണം നമ്മൾ പാല് ചേർക്കാനും ക്രീം ചേർക്കാനും. ടേസ്റ്റ് നോക്കിക്കോണം. എരിവ് അഥവാ വേണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു ശക്കല കുരുമുളക് ഒന്ന് ചതച്ചിടുക, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഒന്ന് മൂപ്പിച്ചേച്ച് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ. വലിയ സ്പൈസി അല്ല, എന്നാൽ സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാന്നു. ഇതിന് ഞാൻ വൈറ്റ് റൈസ് ആന്നു സെർവ് ചെയ്യുന്നത്. അന്നേരം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ കുറച്ച് നമ്മുടെ കേരള ടച്ചും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സാറ് നമുക്കൊരു അല്ലാത്തത് കൊണ്ട് ഏറ്റവും മനസ്സിന് സന്തോഷവും തൃപ്തികരവുമായിട്ട് നമ്മളൊരു ഭക്ഷണം വിളമ്പാനാണെന്നു എനിക്കിഷ്ടം. കാരണം എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി കൊണ്ടൊക്കെ അദ്ദേഹം ഒരിക്കലും നമുക്കൊരു വേറൊരു വ്യക്തിയായിട്ട് തോന്നിയിട്ടില്ല. എന്നാ കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഉള്ളത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാലോ, ഉള്ളത് നമുക്ക് ഉള്ള അഡ്വൈസ് ആണെങ്കിലും എന്നതാണെങ്കിലും നല്ലതായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക സ്നേഹം, എനിക്കെന്നല്ല എല്ലാ വീട്ടമ്മമാർക്കും അതെ, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അദ്ദേഹത്തോട് പ്രത്യേക ഒരു സ്നേഹം തന്നെയാണ്. നമസ്കാരം സാർ, വരണം. ഞാൻ ഇപ്പം സാറിനെ കുറിച്ച് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ ഒരു പ്രസംഗ ശൈലിയും അല്ലെങ്കിൽ എല്ലാവരോടും ഉള്ള ഒരു പെരുമാറ്റ രീതിയും ഒക്കെ വെച്ച് പറയുമ്പോൾ സാർ ശരിക്കും എൻ്റെ ഈ അടുക്കളയിൽ വന്നാൽ പോലും ശരിക്കും ഒരു മൂത്ത ജ്യേഷ്ഠൻ കയറി വരുന്നത് മാതിരിയോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുപ്പത്തിലുള്ള ഒരാൾക്ക് കയറി വരുന്ന മാതിരി ഒരു തോന്നലാണ് ഉണ്ടാവുക. എനിക്കും താങ്കളുടെ ഇവിടെ അങ്ങനെയാ, ഒരു അനിയത്തിൻ്റെ അടുത്ത് വന്ന മാതിരിയാ. താങ്ക് യു. താങ്കളുടെ സംസാര രീതി, പിന്നെ താങ്കൾ ഈ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടതാ. ഞാൻ ടി വിയിൽ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളൂറി കാത്തിരുന്നതാണ്. എന്തായാലും ഇവിടെ വിളിച്ചു വരുത്തി എനിക്ക് ഒരു വലിയ കാര്യം. സന്തോഷം. മാത്രമല്ല ഇവിടെ എന്താണ് എനിക്ക് ഭക്ഷണം, ഇന്ന് കണ്ണൂർകാർക്ക് പൊതുവെ മീനിനോടാണ് ഇഷ്ടം കൂടുതലെന്നറിയാം. അപ്പോൾ സാർ ഒരുപാട് മീൻ പലതരം കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മുടെ കേരളയുടെ ടച്ചുണ്ട്. പക്ഷേ എന്നാൽ ഒരു വ്യത്യാസം, ഒരു ബ്രസീലിയൻ പ്രോൺ കറിയാണ് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്വാദ് സാറിന് പറയാൻ കഴിയുമല്ലോ, ഒരു വ്യത്യസ്ത ടേസ്റ്റ്, ഒരു സസ്പെൻസ്. അത് സാർ കഴിച്ചിട്ട് ഞങ്ങളുടെ പ്രേക്ഷകരോടും കൂടെ ഒന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ രുചി എന്താന്നുള്ളത്. സാറിന്റെ നാട് ശരിക്കും കണ്ണൂരല്ലേ? കണ്ണൂരാണ്. കണ്ണൂർ ജനിച്ച് വളർന്നിട്ടും സാറിന്റെ കർമ്മമണ്ഡലം തിരുവനന്തപുരത്തായി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ സാറിനെ തിരുവനന്തപുരംകാരനായിട്ട് കൂട്ടിയേക്കുവാ. തീർച്ചയായും തിരുവനന്തപുരം തന്നെ. എന്നെ സാറിന് വിളിക്കണ്ട, ചേട്ടന്ന് വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും സാറിന് വിളിക്കുന്നത് കാര്യമില്ല. താങ്ക് യു. കുടുംബത്തിലാകുമ്പോൾ നമ്മൾ ചേട്ടന്ന് വിളിച്ചാൽ അതിന് വലിയ കാര്യമാണ്. സന്തോഷം. സാറെന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എനിക്ക് നല്ലൊരു ജ്യേഷ്ഠനെ കിട്ടിയ ഒരു സന്തോഷം എനിക്ക് ഇന്നുണ്ട്. ഇപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞുല്ലോ നമുക്ക് എല്ലാവർക്കും ഈക്വാലിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ സാറിന് ഇപ്പം MP ആയപ്പോഴും ഒക്കെ, ചേട്ടന് MP ആയപ്പോഴും ഒക്കെ ഇല്ലേ, ആ ഒരു സ്ഥാനമാനങ്ങളിൽ ഇരുന്നിട്ടും അതിനെ ഒന്നും ഒരു ഭയങ്കര സിംപ്ലിസിറ്റി ആയിട്ടാണ് ചേട്ടൻ അതിനെ കണ്ടിട്ടുള്ളത്. ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ഒരു വലിയ കാറിൽ പോവുകയോ അങ്ങനെ ഒരു വലിയ ആളായിട്ട് കാണുകയോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ കണ്ടേക്കുന്നത് എന്നാന്നറിയോ, റോട്ടിൽ കൂടെ നടന്നു വരികയും അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് അത്യാവശ്യ സ്ഥലത്തൊക്കെ പോവുകയും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ കണ്ടേക്കുന്നത്. അതെ, എപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മളായി ജീവിക്കണം, അതാ വേണ്ടത്. നമ്മൾ സ്ഥാനം കിട്ടുമ്പോൾ ആൾ മാറിപ്പോകാൻ പാടില്ല. എന്നെയൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച അങ്ങനെയാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം. അമ്മ എന്നെ ഓരോ വഴിയിലും ചുവട് തെറ്റുമ്പോൾ അമ്മ നേരെ കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ അമ്മയെ പോലെ ഒരമ്മയല്ലേ, എല്ലാവരും അമ്മയല്ലേ. അപ്പോൾ അമ്മയോടുള്ളൊരു ബന്ധമുണ്ട്. തീർച്ചയായിട്ടും. അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഞാൻ ചാവുമ്പോൾ നിന്നെ കാണില്ല എന്ന്. അത് വെറുതെ പറയുന്നില്ല, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അമ്മയുടെ അവസാന കാലത്ത് എനിക്ക് കാണാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. എങ്കിലും അമ്മക്ക് എന്നോട് ഏറ്റവും കൂടുതൽ സന്തോഷ, സ്നേഹ. ഇപ്പോഴും ഞാൻ അമ്മയെ ഓർക്കും. ഏതെങ്കിലും ഒരു കുടുക്കിൽപ്പെടുമ്പോൾ അമ്മയെ ഓർക്കും. അമ്മ അതിനേക്ക് ഒരു പരിഹാരം കാണുന്ന എൻ്റെ വിശ്വാസം. അത് വിശ്വാസമാണല്ലോ, വിശ്വാസമല്ലേ എല്ലാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ സ്ത്രീകളോട് കാണിക്കേണ്ട ഒരു മാന്യത, ഈ അടുക്കളയിൽ വിളിച്ചപ്പോൾ ഞാൻ വന്നതിൻ്റെ കാര്യം എന്താ, നമ്മൾ കാണിക്കേണ്ട ഒരു ബന്ധുക്കളെ പോലെ നമ്മൾ വരുന്നത് അല്ലേ. ആ ബന്ധമാണ് നമ്മളിപ്പം ഈ കേരളത്തിലെ സ്ത്രീകളെപ്പം
വീടുകളിൽ ആളുകൾ വരുമ്പം സ്വീകരിക്കുന്ന രീതിയില്ലേ, ആ രീതിയിൽ നമ്മുടെ നാട്ടിനൊരു വലിയ പ്രത്യേകതയല്ലേ. തീർച്ചയായിട്ടും വീട്ടിൽ എല്ലാം വെച്ച് വിളമ്പി വന്നയാൾക്ക് കൊടുത്ത് അവർ നല്ലത് എന്ന് പറയുമ്പോൾ ഒരു തൃപ്തി താങ്കൾക്കില്ലേ? ഒത്തിരി ഉണ്ട്. എൻ്റെ അനിയത്തിക്ക് അതിലെ തൃപ്തി വേണ്ടത്. ആ തൃപ്തി ഉണ്ടാകുമ്പോൾ നമുക്കതിലേറെ തൃപ്തിയാണ്. തീർച്ചയായിട്ടും അത് അത് ശരിക്കും ആ ഒരു എന്നാ പറയാ, ആ ഒരു തൃപ്തി എനിക്ക് കിട്ടണം. മാത്രമല്ല സാർ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഇവിടെ നിന്ന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് ശരിക്കും പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും തോന്നുന്നില്ല. ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ശരിക്കും അത് നല്ലതായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് കേൾക്കുന്നത്. ഒരുപാട് നല്ല അഡ്വൈസസ് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ ചേട്ടനെ വന്ന കാലം നിർത്തുന്നത് മര്യാദകേടാന്നു. എന്നാൽ നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞാലോ? ഓ കുഴപ്പമില്ല, വരണം ചേട്ടൻ. അനിയത്തി അവിടെ ഇരിക്കുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും. ഞാൻ ചേട്ടനോട് ആദ്യം വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. വന്നോണ്ട് ഗസ്റ്റായിട്ട് ഞാൻ വിചാരിച്ചു ഭക്ഷണമൊക്കെ വിളമ്പി തരാന്ന്. പക്ഷെ ഇപ്പൊ എനിക്കൊരു സ്ഥാനം തന്നില്ല, അനിയത്തി എന്നുള്ള സ്ഥാനം. അപ്പൊ ഒരു ചേട്ടനോട് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചോദിക്കാം, സംശയങ്ങളൊക്കെ ചോദിക്കാം. അനിയത്തിമാർക്ക് ആ സംശയങ്ങൾ കൂടുന്നത് പിന്നെന്താ, ഉറപ്പല്ലേ? അതാ അനിയത്തിമാര് കുസൃതികളുമായിരിക്കും. അതെ, ഒരു ഇച്ചിരി കേട്ടോ, ഇച്ചിരി ഉണ്ട് എന്റെ കയ്യില്. അപ്പൊ ചേട്ടന്മാരോടാവുമ്പോ ചോദിക്കാലോ. അപ്പൊ ഇങ്ങനെ ഓങ്ങി വെച്ച് തല്ല് തരിക എന്നൊക്കെ പറയുന്നത് നല്ല രസമല്ലേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചേട്ടാ, അമ്മയുടെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ശരിക്കും അറിയേണ്ടത് യശോദാമ്മയുടെയും അച്ഛൻ രാമന്റെയും മകനായിട്ടാണ് രവീന്ദ്രൻ എന്ന മകന്റെ കാര്യങ്ങൾ എനിക്കറിയണം, കുട്ടിക്കാലം മുതൽ. എൻ്റെ അച്ഛനും അമ്മയും, അച്ഛൻ നേരത്തെ മരിച്ച് 12 വയസ്സുള്ളപ്പോൾ. അമ്മയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും. കൊച്ചുനാൾ മുതൽ എന്നെ ഞാനാക്കിയത് അമ്മയാണ്. അമ്മക്കൊരു വലിയ മോഹമായിരുന്നു എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. പക്ഷെ അച്ഛൻ്റെ മരണത്തോടെ ആ സ്വപ്നം കരിഞ്ഞു പോയി. അതിൽ അമ്മക്ക് വലിയ മനത്തിൽ വിഷമമുണ്ടായിരുന്നു. ആ വിഷമം മാറി ഒരിക്കലാണ് ഞാൻ ആദ്യമായി റേഡിയോയിൽ പറഞ്ഞപ്പോൾ. ആകാശവാണി എന്ന് പറയുന്നത് വലിയ കാര്യമല്ലെന്ന്, അന്ന് ടി വി ഒന്നും വന്നിട്ടില്ലല്ലോ. ഈ ആകാശവാണിയിൽ എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒരു പ്രഭാഷണം, കണ്ണൂരൊരു ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. പ്രഭാഷണം കോഴിക്കോട് വെച്ച് ആകാശവാണിയിലാണ്. ആ പ്രഭാഷണം കേട്ടപ്പം അന്ന് എൻ്റെ അമ്മക്ക് ഒരു സന്തോഷമായി. അമ്മയന്ന് എല്ലാം മറന്ന് ചിരിച്ചു. അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സന്തോഷ സന്ദർഭം അതായിരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നത്. അമ്മക്ക് അവിടെ പിന്നെ പശു ഇല്ല, ആടാണ്. ആടിനെ വളർത്തും, പാല് വെക്കും, പിന്നെ അവിലടിച്ച് വെക്കും. എല്ലാം പോയപ്പോൾ പിന്നെ അമ്മ ചുമടെടുക്കാനും പോയി. അത്ര വിഷമത്തിലായിരുന്നു. വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു. ആ ദാരിദ്ര്യത്തിനാണ്, അതിൻ്റെ കൂടിയാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ 3 മക്കളാണ്. എൻ്റെ അനുജൻ രാജേന്ദ്രൻ, എൻ്റെ ചേച്ചി കനകവല്ലി, ഞങ്ങൾ 3 പേരാണ്. ഈ 3 പേരെ കൂട്ടത്തിൽ അമ്മക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ്. എന്താ എനിക്ക് കാര്യം എന്നറിയില്ല. കാരണം പലരും പറയാറുണ്ട് ഈ നടുവത്ത് ജനിക്കുന്ന കുട്ടികളാണ് ഇവിടാണ് അമ്മക്ക് സ്നേഹം കൂടുതലെന്ന്. എന്തോ അങ്ങനെ ചിലർ പറയാറുണ്ട്. എൻ്റെ അമ്മക്ക് എന്നോട് സ്നേഹം കൂടുതലാണ്. ആ സ്നേഹം കൂടുതലാണ് എന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്. രാമായണം, മഹാഭാരതം, വേദങ്ങൾ, പുരാണങ്ങൾ, നമുക്ക് സംസ്കൃതം അറിയായിരുന്നു. എല്ലാം എന്നെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച് എന്നെ വളർത്തിയെടുത്തതാണ്. പക്ഷേ ആ പഠിത്തം വഴിക്ക് മുടങ്ങി. കാരണം പിന്നെ മാർഗമില്ല പഠിപ്പിക്കാൻ, സ്കൂളിലേക്കാൻ മാർഗമില്ല. അങ്ങനെ വന്നപ്പോൾ ദാരിദ്ര്യം വന്നപ്പോൾ ഞാൻ ബീഡി തിരക്കാൻ പോയി. ആ ബീഡി തിരക്കാൻ പോയപ്പം അമ്മ കണ്ണീരോടെ പറഞ്ഞു, മോൻ പോകരുത്, എന്നെ വലിയ ആളാക്കാനാണ് മോഹം. പക്ഷെ പണമില്ല, എന്തു ചെയ്യും? കടം വാങ്ങാൻ പറ്റുമോ? ഇല്ല. കടം വാങ്ങാൻ വലിയ വകുപ്പുണ്ടോ? ഇല്ല. ആകെയുള്ളത് അന്ന് 9 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ആകെ. ആ സ്ഥലത്ത് ഒരു കൊച്ചു കൂര, ഇതാണെന്നുണ്ടായത്. പിന്നെ എവിടെ പോവും? എന്തായാലും അതൊക്കെ കഴിഞ്ഞ കാലങ്ങൾ. ആ കഴിഞ്ഞ കാലം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അനിയത്തിയോട് പറഞ്ഞത്, നമ്മൾ കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അർത്ഥമാണ് കുടുംബം. ആ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മക്ക് പറഞ്ഞ മക്കൾ ആവണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കുടുംബമാവാം. ആ ഒരു കുടുംബ ബന്ധമാണ് നമ്മളെല്ലാം തന്നെ നയിക്കുന്നത്. ഇപ്പം ശരിക്കും പൊതുവെ ഇപ്പം ചേട്ടൻ പറഞ്ഞു വെച്ച് ഞാൻ ചോദിക്കുവാന്നേ, ഇപ്പം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അതല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ
ഇതെന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകം പോലെ ആയിരിക്കണം എന്നാണ്. ഇപ്പത്തെ വെച്ച് നമ്മൾ ഇപ്പോഴത്തെ പൊളിറ്റിക്കലിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തുറന്ന പുസ്തകമായിട്ട് ആരെങ്കിലും നമുക്ക് എടുത്തു പറയാൻ സാധിക്കും? തീർച്ചയായിട്ടും. കാരണം പൊതുപ്രവർത്തകരുടെ ജീവിതം തുറന്ന പുസ്തകം തന്നെയാണ്. പൊതുപ്രവർത്തകർക്ക് എന്തിനാ സീക്രട്ട്? എന്താ കാര്യം? പിന്നെ സീക്രസി വേണ്ടി വരും വിപ്ലവം നടത്താൻ പോകുമ്പോൾ. ഫിഡൽ കാസ്ട്രോ എന്ന് പറയുന്ന ക്യൂബയിലെ ഭരണാധികാരിയായിരുന്ന ആള്, അദ്ദേഹം വിപ്ലവത്തിന് പോയത് 15 പേരെയും വെച്ചിട്ടാ. 85,000 സൈന്യമാ, ഒളിപ്പോരാ. അപ്പോൾ രഹസ്യം വേണ്ടി വരും. ഇപ്പം അതിൻ്റെ കാര്യമില്ലല്ലോ. ഇപ്പം ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് എന്തിനാ രഹസ്യം? പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം, അത് ചർച്ച ചെയ്യണം. മറ്റ് ഒരു പൊതുപ്രവർത്തകന് ജീവിതം രഹസ്യമല്ല. ജീവിതം ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഇവിടെ വരുന്നു. ഞാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, എങ്ങനെയാണ് വന്നത്, പന്നീർ എങ്ങനെയാണ് വന്നത്, ഏത് വണ്ടിയിലാണ് വന്നത്, അദ്ദേഹം കൊടുത്ത മുണ്ട ഏതാണ്, ഏതാ ഷർട്ടാണ്, അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ രീതി, ഇതൊക്കെ ജനങ്ങൾക്കറിയാമെന്നേ. ഞങ്ങൾ പൊതുപ്രവർത്തകർ നാട്ടിലിങ്ങനെ നടന്നു പോകുമ്പം ജനങ്ങൾ നമ്മളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും പിഴവുണ്ടോ പരിശോധിക്കും, ഇല്ലേ? ഉറപ്പായിട്ട് പരിശോധിക്കും. നമ്മളെ ചലനങ്ങളെല്ലാം ജനം കാണുന്നുണ്ട്. ആ ബോധം നമുക്ക് വേണം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ അത് പലപ്പോഴും പറഞ്ഞതാണ്. ഞാൻ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കുന്നു. വെളിയം ഭാർഗവൻ നമ്മുടെ പാർട്ടിയുടെ വലിയ നേതാവാണ്. നമുക്കൊക്കെ ഏറ്റവും വലിയ ഗുരുതുല്യനാണ് അദ്ദേഹം. അദ്ദേഹമാണ് പാർട്ടി സെക്രട്ടറി. എനിക്കൊരു വാച്ച് കൊണ്ട് തന്ന ഒരാൾ. ഒരു വാച്ച് എന്ന് പറയുന്നത് ഇപ്പം വലത് കൈക്ക് ബ്രേസ്ലെറ്റ് ഇല്ലേ താങ്കൾ? ഓ, വളയാണത്. ഓ, ബ്രേസ്ലെറ്റ് പോലെ നിൽക്കുന്നത്. അപ്പം വാച്ച്, ഈ വാച്ച് എന്ന് പറഞ്ഞാൽ ആ സ്വർണ്ണമില്ലേ, സ്വർണത്തിൻ്റെ കളറുള്ള വാച്ച്. കണ്ടാൽ ഞെട്ടിപ്പോൾ ആ വാച്ച് കണ്ടാലും. എനിക്ക് അയാൾ കൊണ്ടുവന്നിട്ട്, അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ, ചെക്കർ എന്ന് പറയും, കൊണ്ടുവന്നിട്ട് എനിക്ക് ഈ വാച്ച് ഇട്ട് തന്നു. ഞാൻ പറയും വേണ്ട, ഏത് പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ കുടുംബം തീരുമാനിച്ചതാണ് നിങ്ങൾക്ക് തരാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഞാൻ കാണണമല്ലോ. കെട്ടി ഞാൻ നമ്മുടെ ആഫീസ് ഇങ്ങനെ താഴെ ഇറങ്ങാം. വെളിയം ഭാർഗവൻ വരുന്നു. എന്നെ കണ്ടപ്പോൾ ചോദിച്ചു എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞ് കാപ്പി കുടിക്കാൻ പോവാ. ആ, കാപ്പി കുടിക്കാൻ പോകല്ലേ? സ്വർണത്തിൻ്റെ വാച്ച് കിട്ടിയ പുറപ്പെട്ടല്ലേ? അപ്പോഴെൻ്റെ മനസ്സിനകത്തൊരു ഇടിമിന്നലുണ്ടായി. കാരണം നമ്മുടെ പാർട്ടി സെക്രട്ടറി എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് വാച്ച് ആകർഷിച്ചു, സ്വർണത്തിൻ്റെ വാച്ച്. അപ്പോഴെന്നെ ഞാൻ തീരുമാനിച്ചു ഇത് അപകടമാണ്. ഞാൻ അപ്പം അഴിച്ചു വെച്ച്. ഇപ്പം ഞാൻ വാച്ച് കിട്ടുമ്പോൾ ശ്രദ്ധിക്കും. എൻ്റെ വാച്ചുകൾ കണ്ടോ? എപ്പോഴും ശ്രദ്ധിക്കും. അത് വളരെ ജനങ്ങൾ അത്ര വാച്ച് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകന്റെ ഓരോ ചലനങ്ങളും ജനങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഹോട്ടലിൽ എൻ്റെ ഒരു സുഹൃത്ത് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ രാത്രി ദോശ കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോകാൻ എറണാകുളത്തുള്ള സുഹൃത്താണ്. ഇവിടെ ചെന്ന് നോക്കുമ്പോൾ ഹോട്ടലിൽ മുകളിലാന്ന് പറഞ്ഞു. മുകളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ മുകളിൽ ബാറാ. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു നമുക്കിവിടെ നിന്ന് ഇറങ്ങിക്കളയാം, ഇവിടെ ബാറാന്ന്. ഞാൻ പറഞ്ഞു ഇപ്പോൾ കയറിയില്ലേ, കയറി നമ്മൾ ഇറങ്ങിയാൽ എന്താ പറയുക, പരിചയക്കാരെ കണ്ടുകൊണ്ട് കുടിക്കാതെ ഇറങ്ങിപ്പോയെന്ന് പറയും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടാ. ചൂടുവെള്ളം കുടിച്ച് നമ്മൾ ദോശയും കഴിച്ച് പോയി. ഇത് നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടതാ. നമ്മൾ ഓരോ ചലനങ്ങളും എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഓർമ്മ ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഉണ്ടാവണം. ആ ഓർമ്മ ഉണ്ടായാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ വളഞ്ഞ വഴിക്ക് പോകും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ആദ്യം കള്ളു കുടിച്ചിട്ടുണ്ട്. അറിയോ? അനിയത്തിക്ക് അറിയോ? ഞാൻ ആദ്യം ഒരിക്കൽ കള്ളു കുടിച്ചിട്ടുണ്ട്. എപ്പോഴെന്നറിയോ? ഞാൻ കണ്ണൂർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. ലക്ക് സ്റ്റാർ ക്ലബ്ബിൽ ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ കളിക്കുന്നൊരു കളിക്കാരനുണ്ട്, രാജൻ എന്നാ പേര്. നമ്മൾ രണ്ടാളും അടുത്തടുത്ത് ഫ്രണ്ട്സാണ്. രാജൻ ഒരു ദിവസം പറഞ്ഞു, ഇന്ന് എൻ്റെ വീട്ടിലാണ് ഭക്ഷണം കേട്ടോ, രാത്രി വീട്ടിലാണ്, എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട് പട്ടാളത്ത് നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഭക്ഷണം? നല്ല പൊട്ട്, പിന്നെ കോഴിക്കറിയും. അപ്പം എൻ്റെ വായിന്ന് വെള്ളം ഊറി. കാരണം കോഴി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ കോഴി കിട്ടുന്ന സമയമല്ല അന്ന്. വീട്ടിൽ വളർത്തിയ കോഴീനെ വീട്ടിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ വീട്ടിൽ പോയി ആവി ഉറക്കുന്ന പൊട്ട്, കോഴിക്കറി, നല്ല നാടൻ കറിയാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടുവന്ന് വെച്ചൊരു ഗ്ലാസ്. ഞാൻ ധരിച്ച വെള്ളമായിരിക്കുന്ന. പിന്നെ ആ ഗ്ലാസ്സിനകത്ത് കൊണ്ടുവന്ന് ഒരു ചുവന്ന സാധനം ഒഴിച്ച് വെച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇത്? പറഞ്ഞത് കുഴപ്പമില്ല, എല്ലാവരും കുടിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, മുണ്ടാണ്ടിരിടാ കുടിക്കടോ. നിർബന്ധിച്ച് ഞാനും കുടിച്ച്, അവരും കുടിച്ച് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്ക് അത് പ്രവർത്തിക്കാൻ തുടങ്ങി. എൻ്റെ കാല് പൊങ്ങുന്നില്ല. പിന്നെ ഞാനൊരു ശൂന്യതയിൽ ഇങ്ങനെ പറക്കാൻ പോകുന്ന മാതിരിയുള്ളൊരവസ്ഥ. ഞാൻ കണ്ടമാനം ഭക്ഷണം കഴിച്ച്
ഭക്ഷണം കഴിച്ച് ഞാനിങ്ങനെ മെല്ലെ ഇങ്ങനെ വേച്ച് വീട്ടിലേക്ക് പോയി. എനിക്ക് രാത്രി വീട്ടിൽ പോകാതെ പറ്റില്ല. വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ വേച്ചാണ് പോകുന്നത്. വീട് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ പോയി വാതിൽ മുട്ടി. എൻ്റെ അമ്മ വാതിൽ തുറന്ന് എന്നെ സൂക്ഷിച്ച് നോക്കി. ഒന്നും പറഞ്ഞില്ല. അമ്മ നോക്കിയിട്ട് കഥ കടച്ച് ഞാൻ നേരെ പോയി കിടന്ന്. ചെന്ന് കാല് കഴുകിയില്ല, മുഖം കഴുകിയില്ല, ഡ്രസ്സ് മാറിയില്ല, അതുപോലെ കിടന്ന്. കാരണം പിന്നെ ഞാൻ അവിടെ കിടപ്പ് തന്നെയാ. പിന്നെ ഞാൻ അറിയില്ല. കാരണം ഞാൻ MP ആയിരിക്കുക. MP എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, മദ്യപാനി. അവിടെ ഫുള്ളായി കിടന്ന്. അപ്പം കിടന്ന് ഞാൻ പിറ്റേന്ന് ഉച്ചക്ക് എഴുന്നേൽക്കുന്നത്. പിറ്റേന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് വന്നപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് വാ, എന്തിനെന്താ കഴിച്ചെന്ന് ചോദിച്ചു. ഞാൻ സത്യമായി അമ്മയോട് പറഞ്ഞു. അമ്മ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതാദ്യത്തെയും അവസാനത്തെയും കഴിക്കലാണ്, ഇനി കഴിക്കരുത്. ഇത് പറയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ ധാരതയായി ഒഴുകി. ഞാൻ റഷ്യയിൽ പോയപ്പം അവിടുന്ന് പാർട്ടിക്കാരെല്ലാം പറഞ്ഞു, റഷ്യൻ പ്രധാനമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കഴിക്കുന്ന വോഡ്ക. ഞാൻ പറഞ്ഞു ഏതായാലും തിരക്കുള്ള മദ്യം എൻ്റെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ അമ്മേൻ്റെ മുഖം വരും, എൻ്റെ കണ്ണീര് കാണും, അതുകൊണ്ട് വേണ്ട, ഞാൻ കഴിച്ചില്ലല്ലോ. അപ്പം നമുക്ക് ഓരോ സംഭവങ്ങളും ഒരു പാഠമാണ്. ആ പാഠം ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസ്സിനകത്ത് നിൽക്കും. അതാ ഞാൻ പറഞ്ഞത്, ഏത് സമയത്തും എനിക്ക് അമ്മ എൻ്റെ മുമ്പിൽ വന്ന് എന്നോടത് ചെയ്യരുത് എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന് ചെയ്യണമെന്ന് പറയും. അമ്മയുടെ പ്രചോദനമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം പ്രധാനമന്ത്രിയാണ്. അത് കഴിഞ്ഞാലോ നമ്മളെപ്പോലെ സാധാരണ പൗരൻ. ആർക്കും സ്ഥായിയായിട്ടൊന്നും കൊടുക്കുന്നില്ലല്ലോ. അധികാരം സ്ഥായിയാണോ? അല്ല. MP സ്ഥാനം സ്ഥായിയാണോ? അല്ല. MLA സ്ഥാനം സ്ഥായിയാണോ? അല്ല. മന്ത്രിസ്ഥാനം സ്ഥായിയാണോ? അല്ല. എന്തെങ്കിലും സ്ഥായിയാണോ? ഇല്ല. ഒന്നും സ്ഥായിയല്ല. ജീവിതത്തിൽ സ്ഥായിയായിട്ടൊന്നുമില്ല. ജീവിതത്തിൽ എല്ലാം ചലനാത്മകം. ആ ബോധം ഉണ്ടാവണം. പഴയ പാട്ട് പോലെ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടക്കുന്നതും പോവാൻ, മാളികാമുകളേറിയ മണ്ണിൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും പോവാൻ. ഈ കാര്യം നമ്മളെ ജനപ്രതിനിധികളും ജനങ്ങളും ഏത് വലിയ നിലയിൽ നിൽക്കുന്ന ആളുകളും ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. കൈയടിക്കണ്ട. സത്യം അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്താ സാർ, ചേട്ടൻ പറയാതെ തന്നെ നമ്മൾ കൈയടിച്ച് പോവുകയാണ്. അത് കാര്യം. പിന്നെ ഈ കണ്ണൂർ എന്ന് പറയുമ്പം ശരിക്കും തെയ്യങ്ങളുടെ നാടാണ്, പിന്നെ വിശ്വാസങ്ങളുടെ നാടാണ്. ശരിക്കും അമ്മ ചേട്ടന് ശരിക്കും മഹാഭാരതവും രാമായണവും ഒക്കെ ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടന് ഈ ദൈവത്തോടുള്ള വിശ്വാസം എങ്ങനെയാണ്? ഞാൻ വിശ്വാസിയല്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. വിശ്വാസികളെ ഞാൻ ഒരിക്കലും നിന്ദിക്കാനോ അപകീർത്തിപ്പെടുത്താനോ പോവില്ല. വിശ്വാസത്തിന് ഭംഗം വരുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കാനുമില്ല. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒരുപാട് കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് നടക്കുന്ന കാര്യമില്ല, അവിടെ ഉണ്ടായിട്ടുണ്ട്. ദേവലോകത്ത് മോഷണം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ദേവലോകത്ത് പിടിച്ചുപറി ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. കവർച്ച ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. എല്ലാം ഒന്നും ഉണ്ടായിട്ടുണ്ട്. അതിനെ പകർപ്പിന് ഇപ്പോൾ കാണുന്നത്. പിന്നെ അതിനെന്താ ഇപ്പോൾ അറിയുമോ? അല്ലേ, നമ്മുടെ ഒരു സ്ഥിതി അത് തന്നെ. അതുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അതാണ്. എൻ്റെ വീട്ടിലും അങ്ങനെയാണ്. ചേട്ടാ ഇപ്പൊ ഞാനൊരു കാര്യം, കുസൃതി ചോദ്യമാണേ. ഈ ഒരു ചാണക്യനും മുടിയും തമ്മിലൊരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ചേട്ടന് ഈ മുടി വളർത്തും എന്തെങ്കിലും ഒരു രസകരമായിട്ട് എന്നതേലും ഒരു അനുഭവം വന്നിട്ടുണ്ടോ? അനുഭവമുണ്ട്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു അന്വേഷണം തീരുമാനിച്ചു. മൂവാറ്റുപുഴയിൽ നമ്മൾ തോറ്റുപോയി. PC തോമസോടാ തോറ്റത്. ഇസ്മയിൽ തോറ്റ്, നമ്മുടെ സ്ഥാനാർത്ഥി തോറ്റത് 500 ചില്ലാനം വോട്ടിനാണ്. അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അന്വേഷണ കമ്മീഷനിൽ 3 പേരാ. ഞാൻ എൻ്റെ ചെയർമാനാണ്. നമ്മുടെ RSPനെ ചന്ദ്രചൂഡൻ, ജനതാദളിലെ കൃഷ്ണൻകുട്ടി, 3 പേരാ കമ്മീഷനിൽ. ഞങ്ങളിങ്ങനെ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി മൂവാറ്റുപുഴ എത്തി. ഒരു ദിവസം വൈകുന്നേരം തെളിവെടുപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണവും കഴിച്ച് ഒരു ചാറ്റ മഴയുണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ പോവുക. ഓട്ടോറിക്ഷയിൽ ആദ്യം ചന്ദ്രചൂഡൻ ഇരുന്ന്, പിന്നെ ഞാനിരുന്ന്, ഇപ്പം കൃഷ്ണൻകുട്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓട്ടോറിക്ഷ പോയിക്കൊണ്ടിരിക്കുമ്പം പിന്നിന്ന് ഒരു ജീപ്പ് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നു, ഹോണടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം വന്ന് ഫ്രണ്ടിൽ വന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്ത്, പോലീസ് ജീപ്പ് ബ്ലോക്ക് ചാടി വന്ന് വളഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ 3 ആൾ, സോറി സാർ ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ധരിച്ചെന്നാ അറിയാം, അവർ 2 ആൾ കൂടി ഒരു പെണ്ണെ തട്ടിക്കൊണ്ടുവന്നാന്ന്. അങ്ങനെ ഒരു അബദ്ധം പറ്റി വന്ന്. ഇവിടെ ഞാൻ കൈരളിയിലൊരു സിനിമ കാണാൻ വേണ്ടി പോയി.
രാത്രി സെക്കൻഡ് ഷോ. ഞാൻ മിക്കവാറും സെക്കൻഡ് ഷോനാ പോവുക. പോയപ്പം പിന്നിന്ന് മുടി പിടിച്ച് വലിച്ച് 2-3 തവണ പിടിച്ച് വലിച്ച്. ഞാനൊന്നും വേണ്ടിയില്ല. അവസാനം നോക്കുമ്പോൾ എന്നെ മനസ്സിലായപ്പോൾ അപ്പോഴേ സ്ഥലം വിട്ടു. ഇതൊക്കെ സ്വാഭാവികമാണ്. അതിനൊന്നൊരു കുറ്റം പറയുന്നില്ല ഞാൻ. ഓക്കെ, ചെറുപ്പക്കാരൊക്കെ അല്ലേ ഒന്ന് മുടി പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്താ വരാൻ പോകുന്നത്. ചേട്ടാ ഒരു കാര്യം കൂടെ ചേട്ടൻ ഈ പ്രസംഗത്തിലൊക്കെ ഭയങ്കര റൈമിങ് ആണല്ലോ. വർത്താനം പറയുമ്പോ ദേ വന്നു ദാ വന്നു, ആ പുളി ഇട്ടു പഞ്ചാരയില്ല, അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറയാം. അതന്നെ ശരിക്കും ആ റൈമിങ് ചേട്ടനായിട്ട് ആക്കിയെടുത്താന്നോ? അല്ല, അങ്ങനെയല്ല. ഞാൻ നമ്മുടെ നാട്ടിൽ പറയുന്നൊരു ഭാഷയാനിയെത്തി, അത്രേ ഉള്ളൂ. അതൊരു പ്രസംഗത്തിനാക്കിയെന്ന് പറഞ്ഞ് ഈ പ്രസംഗത്തിന് അച്ചടി ഭാഷ എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയൊന്നുമില്ല പ്രസംഗത്തിന്. ചില ആളുകൾ പ്രസംഗത്തിന് പഴയ കാലത്ത് നമ്മളെ പ്രസംഗം പറയുന്നത് എന്താ, എങ്ങനെ പറയണം, ഈ രാജ്യത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഇങ്ങനെയൊന്നും വേണ്ട, കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. മനുഷ്യന് മനസ്സിലാകുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. അങ്ങനെ മനസ്സിലാക്കണം. ഈ പ്രസംഗത്തിൽ മനസ്സിലായില്ലെങ്കിൽ മാത്രമല്ല, പ്രസംഗിക്കാൻ പോകുന്ന ആളുകൾ എന്തായിരുന്നു, നല്ല ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, നല്ലോണം വായിച്ച് പഠിക്കണം. ഞാൻ കണ്ടവനെ വായിക്കും. ഈ പ്രമീളയും പന്ന്യൻ രവീന്ദ്രൻ തമ്മിലുള്ള ബന്ധം എന്താ പറയുക? അതൊരു രസകരമായ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടിങ്ങനെ കവിത എഴുതാൻ തുടങ്ങി. കവിത എഴുതാന്ന് പറഞ്ഞാൽ അതിനൊരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ ചെറുപ്പത്തിലൊരു ഒരു ഒരു രസമല്ലേ പ്രണയലേഖനം. ഈ പ്രണയലേഖനം എഴുതിയ ഒരു പെൺകുട്ടി എനിക്ക് മറുപടി ഒന്നൊരു കവിതയിലാണ്, എനിക്ക് കവിത അറിയില്ല. അപ്പം ഞാൻ കവിത പഠിക്കാൻ വേണ്ടി ബാധ്യസ്ഥനായി. ഈ പ്രണയം വേണമെങ്കിൽ കവിത പഠിക്കണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കവിത എഴുതാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് കവിത എഴുതും. പിന്നെ എഴുതി പിന്നെ അയക്കാൻ തുടങ്ങി കവിത പത്രങ്ങളിൽ. ഒന്നിനും റെസ്പോൺസ് ഇല്ല. ഞാൻ പിള്ളേരോട് പറയും, ഞാൻ കവിത അയച്ചിട്ടുണ്ടേ മാതൃഭൂമിക്ക്, എവിടെയാണ് കവിത? അവസാനം പിള്ളേരെല്ലാം കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്, പെണ്ണിൻ്റെ പേരിൽ എഴുതിയ പേരെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെന്ത് ചെയ്ത് പ്രമീള എന്ന് എഴുതി അയച്ചു. അടുത്തതിൻ്റെ അയച്ച കവിത പ്രസിദ്ധീകരിച്ച് ഞാനെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് ബുക്ക് സ്റ്റാളിൽ ഇത് വാങ്ങി തോളിലിങ്ങനെ വെച്ച് ഞാൻ അടുത്തുകൊണ്ട് വെച്ച് എൻ്റെ കവിത വന്നിട്ടുണ്ട്. കാണട്ടെന്ന് പറഞ്ഞു. ഇത് നിൻ്റെതാ, പ്രമീളേൻ്റെ കവിതയോടോ, നിൻ്റെ കവിതയാ, ഏതോ പെണ്ണ് എഴുതിയ കവിത നിൻ്റെ പേരിൽ എടുക്കാനോ? പോടോ. അവമാനപ്പെട്ട് എൻ്റെ കവിത വന്ന്, പക്ഷെ പ്രമീളേൻ്റെ പേരിലായി. ഞാൻ പ്രമീളയല്ലല്ലോ. മാത്രമല്ല അന്ന് 25 രൂപ മണി ഓർഡർ വന്ന്. ഞാൻ പ്രമീളയാണോ? അല്ല. മണി ഓർഡർ വന്നതെന്താ? പ്രമീളേൻ്റെ പേരിൽ. എനിക്ക് വാങ്ങാൻ പറ്റുമോ? ഇല്ല. ഞാനല്ലേ കവിത എഴുതിയേ? അതെ. വല്ല കാര്യമുണ്ടോ? ഇല്ല. അതോടെ തൽക്കാലം നിർത്തി. അത് തൽക്കാലം നിർത്തി. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി. പിന്നെ കുറച്ച് ഇല്ല. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എൻ്റെ പേരിൽ തന്നെ ഇപ്പൊ പ്രസിദ്ധീകരിക്കും. അന്ന് ആരറിയോ നീ പന്നീന? ആരെങ്കിലും അറിയോ? ആളുകൾക്കൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ആളുകളൊന്നും പിന്നെ അത് പ്രമീളയോട് പോയി തീർത്തി. കുറെ നേരമായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക ചേട്ടനോട് വർത്താനം പറയാൻ നല്ല രസമുണ്ട്. ആ റൈമിംഗ് ഒക്കെ കേൾക്കാനും ഒക്കെ നല്ല രസമാണ്. ഫുഡ് കൊടുക്കാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാചകത്തിൻ്റെ ഒരു പുതിയ ശൈലി പരിശോധിക്കുകയും ചെയ്യും. അത് നല്ലതാ. അങ്ങനത്തെ ചേച്ചിമാരെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പരിശോധിക്കും. ഞാൻ പറയാം എൻ്റെ ഭാര്യയോട്, ചേച്ചിയോട് വരാത്തതിൽ ഒരു ചെറിയ വിഷമമുണ്ട്. അല്ല, വരാതെ അവളെ അങ്ങനെ സഞ്ചരിക്കില്ല പറഞ്ഞാൽ, ഒരുപാട് സഞ്ചരിക്കില്ല. എന്നോട് ഇവിടെ വന്ന് ഡൽഹിയിൽ വന്നിരുന്നു, പാർലമെൻറ്റ് മെമ്പറായിരിക്കും ഒരു 3-4 തവണ. പിന്നെ കൊച്ചി വരെ വന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇനി വരുമ്പോൾ തിരുവനന്തപുരത്ത് അനിയത്തിയുടെ വീട്ടിൽ കൊണ്ടുവരണം. തീർച്ചയായിട്ടും ഞാൻ വീട്ടിൽ വരില്ലേ, കൂട്ടിയിട്ട് വരാം. പിന്നെന്താ, ഉറപ്പായിട്ട് വരും. ഇതെങ്ങനെയാ ഇതെങ്ങനെയാ പഠിച്ചെങ്ങനെ പാചകം ചെയ്യാൻ? ഇതേമാതിരി ഇപ്പൊ ചേച്ചി ഓരോന്ന് പരീക്ഷിക്കില്ലേ, അന്ന് പറഞ്ഞ കൂട്ട് ഞാനും പരീക്ഷിക്കും. അങ്ങനെ പഠിക്കുന്ന. അത് ശരി. നല്ലതായത് നോക്കട്ടെ. അവസരമായിട്ടുണ്ട്. അതാ പറയുന്ന പാചകത്തിന് ചേരേണ്ടത് ചേരും പോലെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് പറയാം. ഈ ഭക്ഷണത്തിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതല്ലേ ആ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഞാൻ അതിന് ഈ ബ്രസീലിയൻ ഫുഡ് ഉണ്ടാക്കാൻ ഒരു വിശേഷവും കൂടെ ഉണ്ട്. ചേട്ടന് ഭയങ്കര ഫുട്ബോൾ പ്ലെയർ, ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പം ബ്രസീൽസാണ് എപ്പോഴും അതിന് ഭയങ്കര ഊർജ്ജമായിട്ട് നിൽക്കുന്നത്.
ചേട്ടൻ ആരുടെ കൂടെയാ നിൽക്കുന്നത്? ഏത് ടീമിന്റെ കൂടെയാ നിൽക്കുന്നത്? ഞാൻ അനിയത്തി പറഞ്ഞാൽ കറക്റ്റ്. ബ്രസീലല്ലേ? ഞാൻ ബ്രസീലാണ്. അയ്യോ, എന്നും ബ്രസീലാണ്. ബ്രസീലിൻ്റെ ഫുട്ബോൾ കളിക്ക് ഒരു ചന്തമുണ്ട്. കാരണം ബ്രസീലുകാർ ഫുട്ബോളിൻ്റെ കൂടെ ഒരു നൃത്തച്ചുവടും കൂടി ചേർത്ത്, സാമ്പ നൃത്തം ബ്രസീലിലെ നാടോടി നൃത്തമാണ്. ആ നൃത്തച്ചുവടും വെച്ചിട്ട് അവരെ ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ എന്തൊരു ചന്തമാ. അതേപോലെ ഇതിനകത്ത് ആനീസ് ടച്ച് ഉണ്ട്. ആ, അതാണ് കേസ്. അപ്പം ബ്രസീൽ അതാ ഉദ്ദേശിച്ചല്ലേ? ആ, ബ്രസീലുകാരെ എനിക്കൊരു വലിയ ഇഷ്ടമാണ്. ഞാൻ ബ്രസീലിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളായിരുന്നറിയോ? ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരും ആരാ? ഫുട്ബോളിൻ്റെ രാജാവ് പെലെ. ഇപ്പം എൻ്റെ മനസ്സിൽ നെയ്മറാ ഉള്ളത്. നെയ്മർ നല്ല കളിക്കാൻ. അത് ശരി, ബ്രസീലാ നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ മലബാറിലെ കാര്യം അറിയോ? എൻ്റെ നാട്ടിൽ സദ്യയില്ലേ? സദ്യക്ക് വെജിറ്റേറിയനല്ല, നോണാണ്. പിന്നെയോ കല്യാണ സദ്യക്ക് നമ്മളിവിടെ ഒരു ബാസു ആ മീൻ വിളമ്പുക. എങ്ങനെയാണെന്നറിയോ? നല്ല ചട്ടിയില്ലേ, മൺചട്ടി എടുത്തിട്ട് വരുക. ബാസോട്ടാ എല്ലാവരും വിളിക്കാൻ തുടങ്ങും. മീൻകറി കൊണ്ടുപോയി. അവിടുത്തെ സദ്യൻ്റെ ഒരു പ്രത്യേകത പറയാം. നമ്മളിവിടുത്തെ പോലല്ല. അവിടെ ഇല കൊണ്ടുവന്ന് വെച്ച് അവിടെ ചോറ് വിളമ്പിയാൽ നമ്മൾ ചോറിൻ്റെ അകത്ത് കുഴി കുത്തും. ഒരു കുഴിയിൽ മീൻകറി, ഒരു കുഴിയിൽ സാമ്പാർ, ഒരു കുഴിയിൽ മോര് കറി. ഇങ്ങനെയാ. ഇവിടുത്തെ മാതിരി ഒരുപാട് തൊടുകറി ഉണ്ടാവില്ല. പിന്നെ അവിടെ പലതുമുണ്ട്. കല്യാണത്തിന് തന്നെ ചിലപ്പം കല്യാണത്തിന് തലേന്ന് ഈ പാർട്ടി ഉണ്ടാവും. പിന്നെ കല്യാണ ചടങ്ങുകൾ തലേന്നൊക്കെ ഉണ്ടാവും. ഇപ്പോഴെല്ലാം മാറി. ഇപ്പൊ സ്റ്റൈലെല്ലാം കേരളത്തിലെല്ലാം കൂടി ഒരുമാതിരി ആയിപ്പോ. അതുമാതിരി കേരളത്തിൽ എല്ലാം മിക്സായി. മലബാറും തിരുവിതാംകൂറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല.